ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇന്ന് ദർശനമാലയിലെ കർമ്മദർശനം എന്ന അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. ശ്ലോകം: സർവദാ സംഗയേവാത്മാ അജ്ഞതയാ കർമ്മസംഗവത് കരോതി ന കരോമീതി നജ്ഞകർമ്മസു സജ്ജതേ. ഒന്നുകൂടി: സർവദാ സംഗയേവാത്മാ അജ്ഞതയാ കർമ്മസംഗവത് കരോതി ന കരോമീതി നജ്ഞകർമ്മസു സജ്ജതേ. അന്വയം: ആത്മാ സർവദാ അസംഗ ഏവ അജ്ഞതയാ കർമ്മസംഗവത് കരോതി ജ്ഞ ന കരോമി ഇതി കർമ്മസു സജ്ജതേ. കർമ്മസു ന സജ്ജതേ. അർത്ഥം: ആത്മാവ് സദാ അസംഗൻ തന്നെയാണ്. അജ്ഞത കൊണ്ട് കർമ്മസംഗിയെപ്പോലെ പ്രവർത്തിക്കുകയാണ്. ജ്ഞാനി ഞാൻ ഒന്നും ചെയ്യുന്നവനല്ല എന്ന ഭാവത്തോടെ കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തനായിട്ട് നിൽക്കുന്നു. ആത്മാ സർവദാ അസംഗ ഏവ. ആത്മാവ് എപ്പോഴും ഒന്നിനോടും സംഘമില്ലാത്തവൻ തന്നെയാണ്. അതായത് ഒന്നിനോടും ഒരവസ്ഥയിലും ആത്മാവിന് ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയും ഇല്ല. കാരണം ആത്മാവ് ബ്രഹ്മമാണ്. ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ള കാര്യം അറിയാമല്ലോ. അതിനർത്ഥം ആത്മാവല്ലാതെ മറ്റൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ആത്മാവല്ലാതെ മറ്റൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ ആത്മാവിന് മറ്റൊന്നിനോട് ബന്ധം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പക്ഷേ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം. ശരിയാണ്, ഞാൻ എന്നത് ആത്മാവ് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ എന്ന ആത്മാവ് എപ്പോഴും ഈ ശരീരത്തിൽ ഇരുന്ന് ജീവിക്കുകയാണ്. അതായത് എനിക്ക് ശരീരമുണ്ട്, അതുകൊണ്ട് ശരീരത്തിൽ ബന്ധിതനാണ്. മാത്രവുമല്ല, എനിക്ക് കുടുംബം, ബന്ധുക്കൾ, മറ്റേ അനേക വസ്തുക്കൾ, സ്ഥാനമാനാദികൾ എന്നിവയെല്ലാം ഉണ്ട്. ഈ വകയെല്ലാം എന്നോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ഞാനാകുന്ന ആത്മാവ് ഇവിടെ അനേക കാര്യങ്ങളിൽ ബദ്ധനായിട്ട് ഇരിക്കുകയാണ്. മരണശേഷം സ്വർഗമോ മോക്ഷമോ ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള എൻ്റെ ഭാര്യ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്, മക്കൾ, ബന്ധുക്കൾ, സ്ഥാനമാനങ്ങൾ, ഇവിടെ കിട്ടുന്ന സുഖാനുഭവങ്ങൾ, ഇതൊന്നും ഉപേക്ഷിച്ചു പോകാൻ ഇഷ്ടമില്ല. ഈ ശരീരത്തെ പോലും വിട്ടുകളയുന്നത് അത്യന്തം സങ്കടകരവുമാണ്. ഇപ്രകാരം ഞാൻ ഈ ലോകത്തോട് അനേകതരം കെട്ടുപാടുകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് അനുഭവം. ഇങ്ങനെയുള്ള അവസ്ഥയാണ് അജ്ഞത എന്ന് പറയുന്നത്. ഇത് അജ്ഞതയാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നോക്കാം. ഇവിടെ എൻ്റേത് എൻ്റേത് എന്ന് പറയപ്പെടുന്ന യാതൊന്നും എൻ്റെ സൃഷ്ടിയല്ല, പൂർണ്ണമായും എൻ്റെ നിയന്ത്രണത്തിൽ ഉള്ളതും അല്ല. ഇതൊക്കെ ഉള്ളതായി ചിന്തിക്കുകയാണെങ്കിൽ ഇവയിൽ പലതും ഞാൻ വരുന്നതിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നവയും ഞാൻ പോയതിനു ശേഷവും ഇവിടെ നിലനിൽക്കുന്നവയുമാണ്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഇതൊന്നും എൻ്റേതായിരുന്നില്ല. എൻ്റെ മരണത്തോടുകൂടി സർവ്വതും എൻ്റേത് അല്ലാതാവുകയും ചെയ്യും. എൻ്റേതെന്ന് പറയപ്പെടുന്ന ഈ ശരീരമാണെങ്കിൽ കേവലം അന്നമയമാണ്. ഞാൻ കഴിച്ച ആഹാരത്തിൽ ഉള്ള ചില വസ്തുക്കളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അതെല്ലാം മുൻപ് മണ്ണിലും സസ്യങ്ങളിലും ഒക്കെയായി ഇവിടെ ഉണ്ടായിരുന്നവയുമാണ്. ഇനി പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ ഇരിക്കുന്നവയുമാണ്. ഈ ദേഹം ഞാൻ ധരിച്ചിരിക്കുന്ന ഒരു വസ്ത്രം പോലെ ഉള്ള ഒന്നാണ്
എന്നേ പറയേണ്ടതുള്ളൂ. ദേഹത്തിൻ്റെ സ്ഥിതി ഇങ്ങനെ ഇരിക്കെ ദേഹബന്ധികളായിരിക്കുന്ന ബന്ധുക്കളും പുത്രാദികളും എങ്ങനെ എൻ്റേതാകും? ഭൗതികമായ വസ്തുക്കളിലും ലൗകികമായ വിഷയങ്ങളിലും ആണ് സുഖം ഇരിക്കുന്നത് എങ്കിൽ ഞാൻ സുഖമായി ഉറങ്ങുന്നത് എങ്ങനെയാണ്? സുഷുപ്തിയിൽ, ഗാഢനിദ്രയിൽ സുഖം ഉണ്ടെങ്കിൽ പുറമേ ഉള്ളതൊന്നും ഇല്ലെങ്കിലും സുഖമുണ്ട് എന്നാണല്ലോ ധരിക്കേണ്ടത്. ബാഹ്യവസ്തുക്കളെ പറ്റിയുള്ള അറിവും ചിന്തയും അനുഭവങ്ങളും എൻ്റെ ജാഗ്രതാവസ്ഥയിൽ മാത്രം ഉള്ളതാകയാൽ അവയെല്ലാം കേവലം മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും സൃഷ്ടിയാണ്. അതെല്ലാം നിത്യവസ്തുക്കളോ യഥാർത്ഥത്തിൽ ഉള്ളതോ അല്ല. ഇവയെല്ലാം മനസ്സിലുണ്ടായ സങ്കല്പത്തിൻ്റെ പ്രതിബിംബങ്ങളാണ്. മനസ്സും സങ്കല്പവുമില്ലെങ്കിൽ ഒരു കാഴ്ചയുമില്ല. അതായത് ഇതൊന്നും ഉള്ളതല്ല. ഇതൊന്നും ഉള്ളത് അല്ല എങ്കിൽ ഞാൻ ഇല്ലാത്ത ലോകത്ത് ഇല്ലാത്ത ശരീരത്തോടു കൂടി ജനിച്ച് ജീവിക്കുന്നു എന്നും കർമ്മങ്ങൾ ചെയ്യുന്നു എന്നും ഉള്ള കാര്യം എങ്ങനെ ഉള്ളതാകും? ഇതെല്ലാം ഉള്ളതായി കരുതുന്നത് അജ്ഞതയാണ്. ഈ അജ്ഞത കാരണമാണ് ഞാൻ അഥവാ ആത്മാവ് കർമ്മിയാണ്, കർമ്മം ചെയ്യുന്നവനാണ്, കർമ്മബദ്ധനാണ് എന്നും മറ്റും തെറ്റിദ്ധരിക്കുന്നത്. ഈ തെറ്റിദ്ധാരണ ഇല്ലാത്ത തത്വജ്ഞാനി ഒരിക്കലും കർമ്മബദ്ധൻ ആവുകയുമില്ല. അങ്ങനെയുള്ള ജ്ഞാനി എങ്ങനെ ചിന്തിക്കുന്നു എന്ന് ആത്മോപദേശ ശതകത്തിൽ ഇങ്ങനെ പറയുന്നു: മരണവുമില്ല, പിറപ്പുമില്ല, വാഴ്വും നരസുരരാദിയുമില്ല നാമരൂപം, മരുവിലമർന്ന മരീചി നീരുപോൽ നിൽപ്പൊരു പൊരുളാം പൊരുളല്ലിതോർത്തിടേണം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നമസ്കാരം.